Good morning, dear students. Today we are going to study endocrinology. Endocrine system produce hormones. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഓർഗാൻസിനെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഡയറക്റ്റ് ആയിട്ട് ബോഡി ഫ്ലൂയിഡിലേക്ക് എസ്പെഷ്യലി ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഈ ബ്ലഡ് ആണ് ഈ ഹോർമോൺസിനെ സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് എത്തിക്കുന്നത്. The organs influenced by the hormones അതാണ് target organs. Neuroendocrine system. Neuroendocrine system consists of specialized neurons that secrete and release neurotransmitters called neurohormones. Neuroendocrine systemത്തിൽ specialized neurons ഉണ്ട്. ഈ neurons they secrete and release neurotransmitters. ഇവയെ നമ്മൾ neurohormones എന്ന് പറയുന്നു. Neurohumal organs, they are similar to endocrine glands. Neurohumal organs endocrine glands അല്ല, but they are similar to endocrine glands. മറ്റേതെങ്കിലും സൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഈ ന്യൂറോഹീമൽ ഓർഗാൻസിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ബോഡിക്ക് ആവശ്യം വരുമ്പോൾ ന്യൂറോഹീമൽ ഓർഗാൻസ് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഓർഗാൻസിനെയാണ് ന്യൂറോഹീമൽ ഓർഗാൻസ് എന്ന് പറയുന്നത്. Classification of hormones. Amine hormones, nitrogen containing derivatives of amino acid tyrosine. Example, hormones of thyroid and adrenal medulla. Steroid hormone, steroids are molecules chemically related to cholesterol. And this molecule has 4 rings. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ringed structure ആണ്. Cholesterol is the precursor of all steroid hormones. Example, hormones of adrenal cortex and gonads. Peptide hormones. Good majority of hormones are either peptides or proteins. Some of them are glycoproteins. Example, insulin, parathormone, etc. Hypothalamus and pituitary. Hypothalamus is the part of the brain that is located beneath the thalamus. Pituitary lies below hypothalamus. Hypothalamusന് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ലൈ ചെയ്യുന്നത്. In a pocket of the bone at the base of the brain. Pituitary is connected to hypothalamus by a stalk called infundibulum. ഹൈപ്പോതലാമസിലേക്ക് പിറ്റ്യൂട്ടറി കണക്ട് ചെയ്തിരിക്കുന്ന ആ സ്റ്റാക്കിനെയാണ് നമ്മൾ ഇൻഫെൻഡിബുലം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നെർവ് ഫൈബേഴ്സ് ആൻഡ് സ്മോൾ ബ്ലഡ് വെസൽസ്. ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസൽ ഇന്ററാക്ഷൻ. ദി ഹൈപ്പോതലാമസ് ഹാസ് ഡുവൽ ഫങ്ഷൻ. ഇറ്റ് പ്രൊഡ്യൂസ് ഹോർമോൺസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ദെൻ ഇതിനു പുറമെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ഹോർമോൺസ് ദാറ്റ് കൺട്രോൾ ദി സെക്രീഷൻ ഓഫ് ഓൾ ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഹൈപ്പോതലാമസിന് ഡുവൽ ഫംഗ്ഷൻ ആണുള്ളത്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇതിനു പുറമെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് other factors or other hormones that control the secretion of all the anterior pituitary hormones. Since hypothalamus and pituitary are connected by neural and vascular links, these two are integrated to function as hypothalamo-hypophyseal axis. Hypothalamo-hypophyseal axis എങ്ങനെയാണെന്ന് നോക്കാം. ഹൈപ്പോതലാമസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഓക്സിറ്റോസിനും വാസോപ്രസിനും പുറമെ റിലീസ് ചെയ്യുന്നതാണ് റിലീസിങ് ഹോർമോൺസ്. ഈ റിലീസിങ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ റിലീസിങ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഈ റിലീസിങ് ഹോർമോൺസ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അതാത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ചെന്ന് ആക്ട് ചെയ്തിട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് അതിൻ്റെതായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താഴെ ആരോ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, തൈറോക്സിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. തൈറോയ്ഡ് റിലീസിംഗ് ഹോർമോൺ ആണ് ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം.
ഇവിടെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്തിരിക്കുന്നത് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ ഈ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യും. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്തിട്ട് ആ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്ന് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. തൈറോക്സിൻ ഹോർമോൺ ബാക്കി ബോഡിലി ഫങ്ഷൻ അതിൻ്റെ ഫങ്ഷൻസ് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസൽ ആക്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ലോബ്സ് ഉണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി അഥവാ അഡിനോ ഹൈപ്പോഫൈസസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അഥവാ ന്യൂറോ ഹൈപ്പോഫൈസസ്. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ലോബ് കാണാം, പാസ് ഇന്റർമീഡിയ. Anterior pituitary it communicate with the hypothalamus by a system of blood vessels. Anterior pituitary hypothalamusമായിട്ട് communicate ചെയ്യുന്നത് by a system of blood vessels ആണ്. Posterior pituitary is connected to hypothalamus by axons. Posterior pituitary hypothalamusമായിട്ട് connect ചെയ്തിരിക്കുന്നത് by means of axons ആണ്. Hormones of adenohypophysis അഥവാ anterior pituitary. ആദ്യത്തെ ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, GH or somatotropic hormone. Growth hormone it promote growth. It accelerate the rate of protein synthesis and cell division. Level is high during growing stage. ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ലെവല് എപ്പോഴും ഗ്രോയിങ് സ്റ്റേജിൽ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് ഇറ്റ് ഗ്രാജുവലി ഡിക്ലൈൻസ്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി, ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ചൈൽഡ്ഹുഡിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ആവശ്യത്തിന് ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡിൽ ഇല്ലെങ്കിൽ ഇറ്റ് റിസൾട്ട് ഇൻ ഡോർഫിസം. ഡോർഫിസം എന്ന് പറഞ്ഞാൽ അറിയാം, വളർച്ച മുരടിച്ചു പോകുന്ന ഒരവസ്ഥ. അതാണ് ആവശ്യത്തിന് ഗ്രോത്ത് ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് ലിംബോൺസും ബാക്കി ബോൺസും ഒന്നും വളരാതെ ഒരു ചെറിയ സ്ട്രക്ചറായിട്ട് ഷോർട്ട് സ്ട്രക്ചറായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഡോർഫിസം. ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ആവശ്യത്തിന് ഗ്രോത്ത് ഹോർമോൺ ഇല്ലെങ്കിലാണ് ഡോർഫിസം എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇനി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസ്ഥയാണ് നമ്മൾ ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ വളരുന്നു, ലിംബോൺസ് ഒക്കെ വളരെ കൂടുതലായിട്ട് വളരുന്നു, ഒരു ജൈജാൻറ്റിക് ഫിഗറായി പോകുന്നു ഇൻഡിവിജ്വൽ. 8 അടി 10 അടി വരെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു ജൈജാൻറ്റിക് ഫിഗറായിട്ട് ലിംബോൺസ് ഒക്കെ വളരെ ഭയങ്കരമായിട്ട് വളർന്ന് ഒരു 8 feet 10 feet ഹൈറ്റിലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥ. അത് ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടി നിന്നാലാണ്, കൂടുതലാണെങ്കിലാണ് ഓവർ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോഴാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇനി അഡൽട്ട് ആകുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുതലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. അക്രോമെഗലി എന്ന് പറഞ്ഞാൽ ഇനി ലിംബോൺസിനൊന്നും നീളം വെക്കാൻ പറ്റുകയില്ല. കാരണം ലിംബോൺസിന്റെ വളർച്ച നിന്നു. അഡൽട്ട് ആയി കഴിയുമ്പോൾ ലിംബോൺസിന്റെ ഒക്കെ വളർച്ച, ബോൺസിന്റെ ഒക്കെ വളർച്ച നിൽക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ നീളം വെക്കാൻ കഴിയാതെ വരുമ്പോൾ ഗ്രോത്ത് ഹോർമോൺസിന്റെ അളവും കൂടുതലാണെങ്കിൽ ബോൺസ് എല്ലാം എന്ത് ചെയ്യും, ഫ്ലാറ്റ് ആകാൻ തുടങ്ങും, ഫ്ലാറ്റൻ ചെയ്യാൻ തുടങ്ങും. അത് വിഡ്ത് വൈസ് അത് വളരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. അഡൽട്ട് സ്റ്റേജിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുതലാണെങ്കിലാണ് അക്രോമെഗലി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ അഥവാ TSH. Thyroid stimulating hormone, it stimulates thyroid gland to secrete and release thyroxine. Adrenocorticotropic hormone, അതായത് ACTH. It stimulates adrenal cortex to secrete and release hormones from adrenal cortex. Next is gonadotrophins. Gonadotrophins, it promote the growth and development of gonads.
Gonadotrophins എന്ത് ചെയ്യുന്നു? It promote the growth and development of gonads. And there are 3 type of gonadotrophins: follicle stimulating hormone, luteinizing hormone and luteotrophic hormone. ഇവയെല്ലാം hormones released from anterior pituitary ആണ്. Growth hormone, thyroid stimulating hormone, adrenocorticotropic hormone, gonadotrophins. Gonadotrophins തന്നെ 3 തരമുണ്ട്: follicle stimulating hormone, luteinizing hormone and luteotrophic hormone. All these hormones are released from anterior pituitary. Follicle stimulating hormone. It stimulates the development of Graafian follicle in the ovaries of female. ഫീമെയിൽസിൻ്റെ ഓവറിയിലുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന ഹോർമോൺസ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. Luteinizing hormone, it is also known as interstitial cell stimulating hormone. In females, it stimulates ovulation. Luteinizing hormone എന്ത് ചെയ്യുന്നു? ഫീമെയിൽസിൽ ഓവുലേഷന് സഹായിക്കുന്നു. Then production of estrogen and progesterone and proper functioning of corpus luteum. ഇതൊക്കെയാണ് luteinizing hormoneന്റെ function. In females, it stimulates ovulation, then production of female sex hormones, estrogen and progesterone and proper functioning of corpus luteum. In males, it stimulates testes to produce the male sex hormone testosterone. Luteotrophic hormone, also known as prolactin, function only in female. Prolactin ഫീമെയിൽസിൽ മാത്രം ഫങ്ഷൻ ചെയ്യുന്നു. ഇറ്റ് ഫങ്ഷൻ ഓൺലി ഇൻ ഫീമെയിൽ അസോസിയേറ്റഡ് വിത്ത് ലാക്ടേഷൻ. പ്രൊമോട്ട് ദി ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. പ്രൊലാക്റ്റിൻ ഇറ്റ് പ്രൊമോട്ട് ദി ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഇനിഷ്യേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സെക്രീഷൻ ഓഫ് മിൽക്ക് ആഫ്റ്റർ പ്രഗ്നൻസി ആൻഡ് കീപ്സ് കോർപ്പസ് ലൂട്ടിയം ഫങ്ഷണൽ. Melanocyte stimulating hormone, it is not found in man, but in lower vertebrate it is involved in physiological color change. Next is hormones of neurohypophysis. Vasopressin and oxytocin are released from neurohypophysis. Neurohypophysis അഥവാ posterior lobe of pituitary. Vasopressinum ഓക്സിറ്റോസിനും ന്യൂറോഹൈപ്പോഫൈസിസിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി സെൽ ബോഡീസ് ഓഫ് ഹൈപ്പോതലാമിക് ന്യൂറോൺസ്. അപ്പോൾ വാസോപ്രസിനും ഓക്സിറ്റോസിനും ന്യൂറോഹൈപ്പോഫൈസിസിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നതെങ്കിലും അത് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി സെൽ ബോഡീസ് ഓഫ് ഹൈപ്പോതലാമിക് ന്യൂറോൺസ്. അവിടെ സിന്തസൈസ് ചെയ്തിട്ട് ന്യൂറോഹൈപ്പോഫൈസിസിൽ ഇത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വാസോപ്രസിനും ഓക്സിറ്റോക്സിനും ന്യൂറോഹൈപ്പോഫൈസിസിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ബോഡിക്ക് ആവശ്യം വരുമ്പോൾ ന്യൂറോഹൈപ്പോഫൈസിസ് വാസോപ്രസിനും ഓക്സിറ്റോക്സിനും റിലീസ് ചെയ്യുന്നു. വാസോപ്രസിന്റെ ഫംഗ്ഷൻ ആന്റിഡയൂറിറ്റിക് ഹോർമോൺ. വാസോപ്രസിൻ അഥവാ ആന്റിഡയൂറിറ്റിക് ഹോർമോൺ, ഇറ്റ് ഇസ് എ സ്മോൾ പെപ്റ്റൈഡ് ഹോർമോൺ, പ്രൊമോട്ട് വാട്ടർ റിറ്റൻഷൻ ബൈ കിഡ്നീസ് and stimulate muscles of arteries to contract, causing vasoconstriction and elevation of blood pressure. Vasopressin main function എന്ന് പറഞ്ഞാൽ it promote water retention. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വാട്ടർ അല്ലെങ്കിൽ വെള്ളം റീറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ആന്റിഡയൂറിറ്റിക് ഹോർമോൺ. മറ്റൊരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ആർട്ടറീസിനെയൊക്കെ കോൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ എലിവേറ്റ് ചെയ്യാൻ കാരണമാകും. ഓവർ പ്രൊഡക്ഷൻ, വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സസീവ് വാട്ടർ റിറ്റൻഷൻ, വളരെ കൂടുതൽ വെള്ളം നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാ വെള്ളവും ബോഡിയിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണ്. അത് കാരണം എന്ത് സംഭവിക്കും? ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഡൈല്യൂട്ടഡ് ആവും. എക്സ്ക്രീഷൻ ഓഫ് ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയി പോകും. കാരണം എല്ലാ വെള്ളവും ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ഡൈല്യൂട്ട് ആവും. യൂറിൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. ഡെഫിഷ്യൻസി പറയുകയാണെങ്കിൽ ഡൈയൂറിസിസ് ഓർ പോളിയൂറിയ.
എന്ന് പറഞ്ഞാൽ the passage of large volume of urine. ആവശ്യത്തിന് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ഇല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം എല്ലാം ബോഡിയിൽ നിന്ന് പുറത്തു പോകും. സോ പാസേജ് ഓഫ് ലാർജ് വോളിയം ഓഫ് യൂറിൻ. ദെൻ പോളിഡിപ്സിയ, ബോഡിയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം പുറത്തു പോകുന്നത് കാരണം നമുക്ക് എപ്പോഴും ദാഹം തോന്നുകയും എക്സസീവായിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും. യൂറിൻ വോളിയം എന്ന് പറയുന്നത് 15 liters per day. അത്രത്തോളം യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യും. കാരണം ബോഡിയിൽ നിന്ന് എല്ലാ വെള്ളവും പുറത്തു പോവുകയാണ്. വെള്ളം ഒന്നും ബോഡി റീറ്റെയിൻ ചെയ്യാതെ എല്ലാ വെള്ളവും പുറത്തു പോവുകയാണ്. So it causes dehydration and increased concentration of sodium chloride in extracellular fluid. Next is oxytocin. Oxytocin ഒരു small peptide hormone ആണ്. It causes rhythmic contraction of uterus during parturition, thus facilitating easy childbirth. It is also known as birth hormone and it stimulates ejection from mammary gland. അപ്പം ഓക്സിറ്റോസിൻ്റെ മറ്റൊരു പേരാണ് ബർത്ത് ഹോർമോൺ. കാരണം ഇറ്റ് കോസസ് റിതമിക് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് പാർച്ചുറേഷൻ, ദസ് ഫെസിലിറ്റേറ്റിംഗ് ഈസി ചൈൽഡ് ബർത്ത്. Thyroid gland. Thyroid gland is situated in either side of trachea, just below larynx. It consists of two lobes connected by narrow isthmus. Thyroid glandന് രണ്ട് lobes ഉണ്ട് and these two lobes are connected by narrow isthmus. It's a very vascular organ and innervated by two branches of autonomic nervous system. Produces two hormones, thyroxine and triiodothyronine. These are iodinated derivatives of amino acid tyrosine. ആക്റ്റീവ് ഹോർമോൺ, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആക്റ്റീവ് ഹോർമോൺ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. 95% തൈറോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഹോർമോൺ തൈറോക്സിൻ ആണ്. തൈറോക്സിനും ട്രൈഐഡോതൈറോണിനും അയഡിൻ ആവശ്യമാണ്. അതിൻ്റെ സിന്തസിസിന് അയഡിൻ വളരെയധികം അത്യാവശ്യമാണ്. തൈറോക്സിൻ ആയിക്കോട്ടെ ട്രൈഐഡോതൈറോണിൻ രണ്ടിനും അയഡിൻ ആവശ്യമാണ്. Functions: stimulation of rate of cellular metabolism resulting in the generation of more heat energy. Next is essential for differentiation of tissues, growth, etc. Enhance basal metabolic rate. അപ്പം നമ്മുടെ ഒരു ജനറൽ ബോഡി ഫങ്ഷന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓവർ പ്രൊഡക്ഷൻ, തൈറോക്സിൻ ഹോർമോൺ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിസൾട്ട് ഇൻ എക്സോതാൽമിക് ഗോയിറ്റർ. ആക്സിലറേഷൻ ഓഫ് മെറ്റബോളിക് റേറ്റ്. അപ്പം മെറ്റബോളിക് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഹോർമോൺ. അപ്പോൾ ഓവറായിട്ട് തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ആക്സിലറേറ്റ് മെറ്റബോളിക് റേറ്റ് ഒക്കെ വളരെ അധികമായിട്ട് കൂട്ടും. ഇറ്റ് ആക്സിലറേറ്റ് മെറ്റബോളിക് റേറ്റ്. ഗ്രേവ്സ് ഡിസീസ് ഓർ എക്സോതാൽമിക് ഗോയിറ്റർ. അടുത്ത ഒരു കണ്ടീഷനാണ് ഗ്രേവ്സ് ഡിസീസ് ഓർ എക്സോതാൽമിക് ഗോയിറ്റർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു. ദെൻ സ്വെല്ലിംഗ് ഓഫ് ടിഷ്യൂസ് ഓഫ് ഓർബിറ്റ് ആൻഡ് കോൺസിക്വന്റ് ബൾജിങ് ഓഫ് ഐബോൾ. അതുകൊണ്ടാണ് എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ മെറ്റബോളിക് റേറ്റ്, വെയിറ്റ് ലോസ്, നെർവസ്നെസ്, റാപ്പിഡ് പൾസ്. അപ്പോൾ എക്സോതാൽമിക് ഗോയിറ്റർ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ കാരണം ഉണ്ടാകുന്നതാണ് എക്സോതാൽമിക് ഗോയിറ്റർ. ഇവിടെ മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഐബോൾസ് എല്ലാം ബഡ്ജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നത് പോലെ തോന്നും. ദെൻ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു, നെർവസ്നെസ് ഉണ്ടാവുന്നു, റാപ്പിഡ് പൾസ്. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഹൈപ്പോതൈറോയിഡിസം, ലോ ക്വാണ്ടിറ്റി ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ലോ മെറ്റബോളിസം ആയിരിക്കും. ഹൈപ്പോതൈറോയിഡിസം അറ്റ് ബർത്ത് റിസൾട്ട് ഇൻ ക്രിട്ടിനിസം, ക്യാരക്ടറൈസ്ഡ് ബൈ retarded growth, low intelligence, delayed sexual maturity. Hypothyroidism in adult result in myxoedema. It is characterized by physical sluggishness, mental dullness, low metabolic rate, dry skin and puffy face. Calcitonin.
Calcitonin it is secreted by parafollicular cells of thyroid gland. Thyroid gland കാണുന്ന parafollicular cells ആണ് calcitonin secrete ചെയ്യുന്നത്. It reduces calcium level in blood. Calcitonin എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നു. ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുതലാണെങ്കിൽ ആ കാൽഷ്യം ലെവലിനെ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് calcitoninന്റെ ഫംഗ്ഷൻ. If blood calcium is too high, calcitonin is secreted until calcium level decreases to normal. Parathyroid gland, two pairs of very small gland. Parathyroid gland രണ്ട് പേരുടെ വളരെ ചെറിയ gland ആണ്. Present on dorsal surface of the thyroid gland. Thyroid glandന്റെ dorsal surfaceലാണ് കാണപ്പെടുന്നത്. It secrete പാരാത്രോമോൺ. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാത്രോമോൺ. ആൻഡ് ഇറ്റ് റെഗുലേറ്റ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഇതും ബ്ലഡ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാത്രോമോണും. ഹോർമോൺ is secreted in response to low calcium level. കാൽഷ്യം ലെവൽ കുറവാണെങ്കിൽ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് പാരാത്രോമോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബ്ലഡ് കാൽഷ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ട് ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു? കാൽഷ്യത്തിന്റെ ലെവൽ കുറയ്ക്കുന്നു. ബോഡി കാൽഷ്യത്തിന്റെ ലെവൽ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമ്മുടെ ബ്ലഡ് കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ, വളരെ കുറവാണെങ്കിൽ പാരാത്രോമോൺ എന്ന് പറയുന്ന ഹോർമോൺ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പാരാത്രോമോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടി നോർമലിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ഈ പാരാത്രോമോൺ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നത്? It promotes absorption of calcium and other ions from the intestinal lumen. നമ്മുടെ intestinal lumen നിന്ന് കാൽഷ്യവും മറ്റ് അയോൺസും എല്ലാം അബ്സോർബ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യും. It promotes the absorption of calcium and other ions from the intestinal lumen. അങ്ങനെ intestinal lumenൽ നിന്ന് കാൽഷ്യം ബാക്കി അയോൺസും എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഈ ഇതിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ബ്ലഡിലേക്ക് കൊണ്ടുവന്നിട്ട് ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ഈ ഹൈ കാൽഷ്യം ലെവലിനെ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലഡിലുള്ള ഹൈ കാൽഷ്യം ലെവലിനെ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ, വളരെ കുറവാണെങ്കിൽ കാൽഷ്യം ലെവൽ കൂട്ടാൻ വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാത്രോമോൺ. പാരാത്രോമോൺ എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റിനൽ ലൂമനിൽ നിന്ന് കാൽഷ്യവും മറ്റ് അയോൺസും എല്ലാം അബ്സോർബ് ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ കാൽഷ്യം എല്ലാം ബ്ലഡിലേക്ക് കൊണ്ടുവന്ന് ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നു.